വീട്ടിൽ ഫോട്ടോ വയ്ക്കാമോ? എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് വീട്ടിൽ ഫോട്ടോ വയ്ക്കും. ഞാനൊക്കെ വീട്ടിൽ ഒരുപാട് ഫോട്ടോ വയ്ക്കുന്ന ആളാണ്. ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ല മൊമെൻറ്റ്സ് അതൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്ത് ഗോൾഡൻ ഫ്രെയിമിലും സിൽവർ ഫ്രെയിമിലും ഒക്കെ നമുക്ക് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ ഫോട്ടോകൾ കൊണ്ട് നമുക്ക് ചില വാസ്തു വാസ്തു എന്ന് പറയുമ്പോഴത്തേക്കും ചില പൊസിഷനാണ് വാസ്തു. നമ്മൾ ഈ വാസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് ആ പൊസിഷനിലെ എനർജിയെ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില എക്സ്റ്റേണൽ ടൂൾസായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അപ്പം ഫാമിലി റിലേഷൻസ് നല്ല രീതിയിൽ ഉണ്ടാവാൻ പറ്റും. വീട്ടിലുള്ള ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒരു ഗോൾഡൻ കളർ ഫ്രെയിമിലോ അല്ലെങ്കിൽ സിൽവർ കളർ ഫ്രെയിമിലോ നിങ്ങൾ ചെയ്ത് കന്നിമൂല മുറിയിൽ നിങ്ങൾ വയ്ക്കുക. കന്നിമൂല മുറിയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും വയ്ക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും കയറി വരുന്ന സ്ഥലത്ത് ലിവിങ് റൂമിലൊക്കെ നമ്മൾ വയ്ക്കും. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് കന്നിമൂല ഭാഗത്ത് ഇത് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആൻസിസ്റ്റേഴ്സിൻ്റെ പടം നമ്മൾ ഗോൾഡൻ ഫ്രെയിമിൽ കന്നിമൂലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലെസ്സിങ് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫാമിലി ഫോട്ടോ. ഒരു നമ്മുടെ ഇൻറ്റേർണൽ ഫാമിലി റിലേഷൻഷിപ്പിനെ വളരെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ വേറൊരു ടിപ്പാണ്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കുറയുന്ന ചില ഘട്ടങ്ങൾ വരികയാണെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മാരേജ് ഫോട്ടോയെ ഇതേപോലെ ഒരു ഗോൾഡൻ ഫ്രെയിമിലോ സിൽവർ ഫ്രെയിമിലോ കന്നിമൂല ഭാഗത്ത് വയ്ക്കണം. ഈ കന്നിമൂല ഭാഗത്ത് വയ്ക്കുന്നത് എന്തും വളരെ പവർഫുള്ളായിട്ട് മാറും എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. കന്നിമൂല ഈസ് സെൻറ്റർ ഫോർ റിലേഷൻഷിപ്പ്, കന്നിമൂല ഈസ് സെൻറ്റർ ഫോർ സ്കിൽ, കന്നിമൂല ഈസ് സെൻറ്റർ ഫോർ ഇമോഷൻ. അപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്നത്, ഈ വാസ്തുവിൽ കന്നിമൂല എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയം അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത് കന്നിമൂല എന്നുള്ള. പക്ഷേ കന്നിമൂല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ ഒരു എനർജി പോയിൻ്റ്, എർത്ത് എലിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്ഥാനമായതുകൊണ്ടാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ സ്ഥാനം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂലയിൽ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ സ്കില്ല് കൂട്ടാനുള്ള, ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ നിങ്ങളുടെ പേന, അപ്പോൾ അതുപോലെ നിങ്ങളൊരു പണ്ടത്തെ കാലത്ത് ഈ യുദ്ധമൊക്കെ ചെയ്യുന്ന ആയോധന കലകളിലൊക്കെ പ്രാവീണ്യം നേടിയവരെല്ലാം അവരുടെ അമ്പ്, വില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കന്നിമൂല ഭാഗത്ത് കൊണ്ടുവയ്ക്കുമായിരുന്നു. സ്കില്ല് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ എത്തുന്നവരെ നന്ദി, നമസ്കാരം.